ചില സെലിബ്രിറ്റീസ് ബാക്ക് ടു ബാക്ക് ലക്ഷറി കാറുകൾ വാങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് അവർ കാർ ലവേഴ്സ് ആയതുകൊണ്ട് മാത്രമല്ല, അവർക്ക് പല പല ടാക്സ് ബെനിഫിറ്റ്സും അതുകൊണ്ടുണ്ട്. നോർമലി ഒരു സെലിബ്രിറ്റി അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് മിനിമം 30% ആണ്. നമ്മൾ മനസ്സിലാക്കുക, എത്ര എമൗണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ ആ എമൗണ്ടിന്റെ 30% ടാക്സ് കൊടുക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം ആ ടാക്സ് എമൗണ്ടിന് നമുക്ക് റിലാക്സേഷന് വേണ്ടിയിട്ട് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ്സും അതുപോലെ ലയബിലിറ്റീസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. അപ്പം നല്ലൊരു ലക്ഷറി കാർ എന്ന് പറയുന്നത് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണ്. അപ്പം നല്ല ലക്ഷറി കാർ ഉപയോഗിക്കുകയും ചെയ്യാം, അതിന്റെ ഡിപ്രീസിയേഷൻ എന്നുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് ടാക്സിൽ ബെനിഫിറ്റ് ആവുകയും ചെയ്യും. പിന്നെ അത് കൂടാണ്ട് ഗിഫ്റ്റുകൾ കൊടുക്കാം. അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് സെലിബ്രിറ്റീസ് മോസ്റ്റ്ലി ഇങ്ങനെ ലക്ഷറി കാറുകൾ വാങ്ങിക്കുക. അത് വാങ്ങിക്കുന്നത് അതിന്റെ ഫ്യൂവൽ, അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ ഡിപ്രീസിയേഷൻ, ഓരോ വർഷം അതിന്റെ ഡിപ്രീസിയേഷൻ ആകുന്ന എമൗണ്ട്, ഇതെല്ലാം ടാക്സിൽ കാണിക്കുകയും ചെയ്യാം.